ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ലൈവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വളരെ ടേസ്റ്റി ആയതുമായ ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ റൈസ് ആണ് കേട്ടോ. ടൊമാറ്റോ റൈസിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. പൊന്നേരി ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം കൈമ റൈസാണ്. ആദ്യം നമുക്ക് റൈസ് വൃത്തിയായി കഴുകി വെള്ളം തോരുന്നതിന് വേണ്ടി ഇതുപോലെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് മീഡിയം സൈസിലുള്ള 2 സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്. തക്കാളിയും ഇനി ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ തക്കാളിയും ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോപ്പർ ഇല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 ചെറിയ പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് കേട്ടോ. ഇനി നമുക്കിത് രണ്ടും ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയിലയാണ്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് പുതിനയില കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓണാക്കി ഒരു കുക്കർ എടുത്ത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കറുകപ്പട്ടയുടെ ഇല, ഒരു ചെറിയ പീസ് കറുകപ്പട്ട, 3-4 ഗ്രാമ്പു, 2-3 ഏലക്ക, 4-5 കുരുമുളക്, കുറച്ച് വലിയ ജീരകം, ഇതെല്ലാം ഒന്ന് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആർക്കേജ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി നമുക്കിതിലേക്ക് പുതിനയില ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം.
ഇപ്പോൾ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അടുത്തതായി നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായി ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ഈ ബൗളിൽ 1 ബൗൾ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ബൗൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കണം. ഇനി കുക്കർ ഒന്ന് അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിസിൽ പോയി തീരുമ്പോഴേക്കും ഇതിനാവശ്യമുള്ള സാലഡ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.